അപ്പോൾ ഇന്ന് പാരൻസ് മീറ്റിങ്ങിന് പോകാനുള്ളൊരു ഗെറ്റ് റെഡിയാണ്. വലിയ മേക്കപ്പ് ഒന്നും ഇല്ല, ചെറുതായിട്ടൊന്നും ഒരുങ്ങിയിട്ടുണ്ട്. കാരണം എനിക്ക് നല്ല ടെൻഷനുണ്ട്. 10ാം ക്ലാസ്സിലെ ലാസ്റ്റ് മീറ്റിംഗ് ആണ്. എനിക്ക് 2 മണിക്കാണ് മീറ്റിംഗ് വെച്ചിരുന്നത്. ഞാൻ അവിടെ എത്തിയപ്പോഴത്തേക്ക് 2:15 സത്യത്തിൽ അവിടെ ചെന്നപ്പോഴത്തേക്ക് മീറ്റിംഗ് സ്റ്റാർട്ട് ചെയ്തിട്ടില്ല. അത്യാവശ്യം എല്ലാ പാരൻസും വന്നിട്ടുണ്ടായിരുന്നേ. കുറച്ച് വിഷമത്തിലായിരുന്നേ മിക്ക പാരൻസും. ഞാൻ വിചാരിച്ചു ഞാൻ മാത്രമായിരിക്കുന്നു. സത്യത്തിൽ ഇവിടെ വന്ന് മീറ്റിംഗ് പങ്കെടുത്തപ്പോഴത്തേക്കും പല പാരൻസിന്റെ അഭിപ്രായം കേട്ടപ്പോഴത്തേക്കും ഞാൻ അതിനോട് യോജിക്കുന്നുണ്ടായിരുന്നു. 10ാം ക്ലാസ്സിൽ ഒരു മീഡിയം ആയിട്ട് പഠിക്കുന്ന കുട്ടികൾക്ക് ഫുൾ A+ഉം ഒരു 4-5 വിഷയത്തിന് A+ഉം പ്രതീക്ഷ പാരൻസ് ഇപ്പം മക്കൾ എങ്ങനെയെങ്കിലും ജയിച്ചാൽ മതി എന്ന് ഒരവസ്ഥയിലെത്തി നിൽക്കാനുണ്ട്. ഈ വർഷം വരുത്തിയ കുറെ മാറ്റങ്ങൾ മക്കൾക്കും പാരൻസിനൊന്നും താങ്ങാൻ പറ്റാത്തൊരു അവസ്ഥയെത്തി നിൽക്കാൻ കേട്ടോ. ഓണം എക്സാമിന് ജയിച്ച കുട്ടികൾ പലതും ക്രിസ്മസ് എക്സാമിന് തോറ്റിട്ടുണ്ട്. ഒരു ക്ലാസ്സിൽ 35 കുട്ടികളുണ്ടെങ്കിൽ അത് 10 പേര് മാത്രം ജയിക്കുന്ന ഒരു അവസ്ഥയിൽ നിൽക്കാൻ കേട്ടോ. ഓൾ പാസ് ഇല്ലാണ്ടാക്കി സിലബസ് മാറ്റി, ടെക്സ്റ്റ് മാറ്റി, ക്വസ്റ്റ്യൻ ഫുള്ള് മാറ്റി, അവർക്ക് എങ്ങനെ എക്സാം എഴുതണമെന്ന് പോലും അറിഞ്ഞുകൂടാ വെറും വട്ടപൂജ്യത്തിൽ ഇരിക്കാൻ കേട്ടോ ഇപ്പൊ മിക്ക കുട്ടികളും. ഇതാണ് ഇത്രയും വലിയ മാറ്റം വരുത്തേണ്ട എന്തെങ്കിലും ഒരു ആവശ്യം ഉണ്ടായിരുന്നോ? ഇതും പഠിക്കുന്ന മക്കൾക്ക് പോലും പറ്റാത്തടത്ത് ഒട്ടും പഠിക്കാത്ത മക്കളുടെ അവസ്ഥ നമുക്ക് ചിന്തിക്കാന്നല്ലോ കേട്ടോ. ഇങ്ങനെ ഒരു മാറ്റത്തിന്റെ വല്ല ആവശ്യം ഉണ്ടായിരുന്നു നമ്മുടെ വിദ്യാഭ്യാസ മന്ത്രിയോടാണ് കേട്ടോ എനിക്ക് ചോദിക്കാനുള്ളത്. ഇതിൽ കൂടുതൽ പറയണമെന്നുണ്ട്, പക്ഷേ എന്ത് കുറവാണ്ട് എനിക്ക് ഇത്രേ പറയാൻ പറ്റുള്ളൂ. അപ്പൊ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളേ.